ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയെ ഒന്ന് നോക്കിക്കേ. തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു ജനതയാണ് നമ്മൾ. ഇതിലും വലിയൊരു ഭാഗ്യവും നമുക്ക് ലഭിക്കാനില്ല. തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഈശോയുടെ ഒരു തിരുമുഖം അത് നമ്മൾ കണ്ട് ഈശോയെ ആരാധിക്കുക. നമ്മൾ കണ്ട് ഈശോയെ ആരാധിക്കുക. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ ഇവിടെയുണ്ട്. അവിടുന്ന് എന്നെ കണ്ണു തുറന്ന് നോക്കുന്നു. അവിടുന്ന് കരങ്ങൾ ഉയർത്തി നമ്മളെല്ലാവരെയും മാടി വിളിക്കുന്നു. തൻ്റെ കരങ്ങൾക്കുള്ളിലേക്കൊതുക്കി തൻ്റെ തിരുമുറിവുള്ള ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നു. ഈശോയെ, 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 ഈശോയെ. നമ്മളാരും തനിച്ച് വന്നതല്ല. ഈശോ പേര് ചൊല്ലി വിളിച്ചിട്ട് വന്നതാണ്. ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഈ ദിവസം ഈശോയുടെ അടുത്തിരിക്കാൻ, ഈശോയ്ക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുക്കാം. നമുക്ക് കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം എവിടെയുണ്ടോ സ്വർഗത്തിൻ്റെ മുഴുവൻ സാന്നിധ്യം അവിടെയുണ്ട്. കൊടാനുകൊടി മാലാഹ ഗണങ്ങളുടെ, വിശുദ്ധരുടെ, രക്തസാക്ഷികളുടെ സഭ മുഴുവൻ്റെയും പ്രാർത്ഥനാ സാന്നിധ്യം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാണ്. സ്വർഗീയരോട് ചേർന്ന് സ്വർഗത്തിലുള്ളവർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. ആ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമ്മളും നമ്മുടെ ദൈവത്തെ നമ്മുടെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച്, നമ്മുടെ ദുഃഖങ്ങൾ മറന്ന്, നമ്മുടെ വേദനകൾ മറന്ന്, നമ്മുടെ രോഗങ്ങൾ മറന്ന് ഈശോയുടെ ആ തിരുമുഖം കണ്ട് ഈശോയ്ക്ക് ഒരു സ്തുതി ആരാധന സമർപ്പിക്കുകയാണ്. കരങ്ങൾ, കോർത്ത കരങ്ങൾ അങ്ങ് ഉയർത്തിപ്പിടിച്ച് പരസ്പര ശക്തിപ്പെടുത്തി സഹായിച്ച് ബലപ്പെടുത്തി മധ്യസ്ഥം വഹിച്ച് സ്വർഗീയരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ തമ്പുരാനേ, ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, സ്തുതി ആരാധന, സ്തുതി, സ്തുതി ആരാധന. സ്തുതി ഉയരട്ടെ, സ്തുതി ഉയരട്ടെ. എല്ലാ നന്മകളും കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് രണ്ടു വശത്തോടും തിരിഞ്ഞ് പരസ്പരം അടുപ്പിക്കുന്നവരൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടെന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത് സന്തോഷമാണെന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുത്തേ. ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയെ വളർത്തുകയാണ് എന്നൊന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ആരാധിച്ചേ. ആനന്ദിക്കാനുള്ള
കരഞ്ഞെതിരായുസ് പാഴാക്കുന്നു. ചുരിച്ചു നീ വിശ്വാസം വെളിവാക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈയൊരായുസ്സിൽ നമുക്കുള്ള സഹോദരാ ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസ്സിൽ നമുക്കുള്ള സഹോദരാ ദൈവത്തിനായി ജീവിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമുക്ക് വലിയ കൃപകൾ ഇന്ന് തരികയാണ് പ്രിയപ്പെട്ടവരെ. എല്ലാം മറന്നു നിന്ന്, എല്ലാം വിട്ടുകൊടുത്ത്, എല്ലാം സമർപ്പിച്ചു കൊടുത്ത് ഈശോയെ എന്ന് ആരാധിച്ച്, ഈശോയെ എന്ന് മഹത്വപ്പെടുത്തുകയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് പറഞ്ഞു തരുന്ന പ്രാർത്ഥനയൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാമോ? ഈശോയെ നോക്കിക്കൊണ്ടൊന്ന് കരങ്ങളൊന്ന് കുപ്പിക്കുകയും, കരങ്ങളൊന്ന് കുപ്പിയിട്ട് കണ്ണുകളടച്ച് ഹൃദയത്തോട് കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് ഈശോയെ കാണാനായിട്ട്, ഈശോയെ കേൾക്കാനായിട്ട്, ഈശോയെ അനുഭവിക്കാനായിട്ട്, ഈശോയുടെ ജീവിതത്തിലേക്ക് എന്നെ തന്നെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ആഗ്രഹിച്ചേ. ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ ഈശോയെ ആരാധിക്കുമ്പോൾ ആ ഒരാൾ തന്നെ നിന്നല്ല ആരാധിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും ചേർന്ന് നിന്നാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അപ്പോൾ അവരെല്ലാം മനസ്സിൽ കണ്ടേ. ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങളുടെ വല്യപ്പനും വല്യമ്മയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങളുടെ മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ ആരെല്ലാം ഇപ്പോൾ ഈശോയെ ആരാധിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവരെല്ലാം ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുകയും. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചെയ്യിച്ചിരിക്കുന്ന ഒരു മോളുണ്ട്, മരിയ ട്രീസ എന്നു പേരുള്ളൊരു മകള്. ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ആ മകളെ ഒന്ന് ഈശോയ്ക്കൊന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ആ മകളെ നിങ്ങളുടെ ആരാധനയിലുടനീളം പല ഹോസ്പിറ്റലുകളിലും വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും രോഗം കണ്ടുപിടിക്കാൻ പറ്റാതെ രോഗാവസ്ഥയിൽ കഴിയുന്ന ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ പ്രാർത്ഥന ആ കുടുംബത്തിന് വേണ്ടി, ആ കുഞ്ഞിനെ പ്രതി വേദനിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഡോക്ടർമാരിലൂടെയൊക്കെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ആ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി കർത്താവെ, ആരാധിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ ഹൃദയത്തിൽ നിന്ന് വിളിക്കണേ. എൻ്റെ ഈശോയെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, എൻ്റെ പൂർണ്ണ ആത്മാവോടെ, എൻ്റെ പൂർണ്ണ മനസ്സോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ദൈവം അങ്ങ് മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്ന, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ സ്തുതിയും പുകഴ്ചയും ആരാധനയും ദൈവത്തിന് മാത്രം, ദൈവത്തിന് മാത്രം. ആമേൻ, 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 ആമേൻ. നമ്മുടെ സങ്കടങ്ങളെല്ലാം ഒന്ന് ഓർത്തേ.
നമ്മൾ ആരോടെങ്കിലുമൊക്കെ എപ്പോഴും സ്പിരിച്വൽ ഷെയറിങ്ങിനൊക്കെ വരുമ്പം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുത്തേ. നമ്മുടെ മക്കളുടെ ജോലി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, മക്കളുടെ ജീവിതാന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ഥലം വിറ്റ് സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതിൻ്റെതായ കാര്യങ്ങൾ, വീട് പണി തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികം ഒന്നും മുന്നിൽ കാണാതെ വിഷമിക്കുന്ന ഒരവസ്ഥ, അല്ലെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ എത്തി അവിടെ അവർക്ക് മുന്നോട്ടൊരു വിജയമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഒന്ന് ഈശോയുടെ മുമ്പിലേക്കൊന്ന് വിട്ടുകൊടുത്തേ. നമ്മുടെ ഹൃദയം വായിക്കുന്നു തമ്പുരാൻ, നമ്മൾ സമർപ്പിക്കുന്നതെല്ലാം കൈനീട്ടി സ്വീകരിക്കുന്നു ദൈവം. നമ്മുടെ മനസ്സ് ഫ്രീ ആകട്ടെ, നമ്മുടെ ഹൃദയം ഈശോയുടെ കയ്യിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തേ. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും ഓർത്തേ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച്, എപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വിട്ടുകൊടുത്തേ. പ്രിയപ്പെട്ടവരുടെ രോഗമാണെങ്കിൽ അതൊന്ന് വിട്ടുകൊടുത്തേ. നമ്മൾ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നതിൻ്റെ ദുഃഖമാണെങ്കിൽ അതൊന്ന് വിട്ടുകൊടുത്തേ. നമ്മൾ ഇപ്പോൾ അച്ഛൻ നമ്മളോട് പറഞ്ഞില്ലേ, ആര് ഒക്കെ എന്തൊക്കെ തന്നാലും അതൊന്നും നമുക്ക് ഒരു സംതൃപ്തമാക്കുകയില്ല, നമ്മളെ സംതൃപ്തമാക്കുകയില്ല. ദൈവം തരുമ്പോഴാണ് അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്, അതതിൻ്റെ സംതൃപ്തിയിലെത്തുന്നത്. ദൈവം തരുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടും അത് മിച്ചം വരുന്നത്. അത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്കുക. ദൈവമാണ് നമുക്ക് തരേണ്ടത്. ദൈവം തന്നാലേ അത് ആവശ്യത്തിനാകുകയുള്ളൂ. ദൈവം തന്നാലേ നമുക്കതിൽ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ദൈവം തരുമ്പോൾ അതെല്ലാം ബാക്കി വരും, മിച്ചം വരും. ഒരസംതൃപ്തി നമുക്ക് ഫീൽ ചെയ്യേല. ഇതൊക്കെ അച്ഛൻ ഇപ്പം നമ്മളോട് പറഞ്ഞതെല്ലാം ഉള്ളൂ. അപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണോ എൻ്റെ ആവശ്യങ്ങൾ അതെല്ലാം ഒന്ന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാണ്. ദൈവമേ കടന്നു വരണമേ, ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞാനിപ്പോൾ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ്. മകനെ നിനക്കെന്താ വേണ്ടതെന്നാണ് ഈശോ എൻ്റെ തോളിൽ തൊട്ടിട്ട് ചോദിക്കുന്നത്. മകളെ നിനക്കെന്താ വേണ്ടതെന്നാണ് ഈശോ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നത്. നീ പറഞ്ഞാൽ മതി, നിനക്ക് വേണ്ടത് നിനക്ക് തരും, നിനക്ക് വേണ്ടത് നിനക്ക് തരും. നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ദൈവം തരും. അത് നമ്മൾ ചോദിക്കുക, അത് മേടിക്കുക, അത് ചോദിച്ച് മേടിക്കുക പ്രിയപ്പെട്ടവരെ. അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒന്നും ചോദിച്ച് മേടിക്കണ്ട. നമ്മൾ ഈ ലോകം വിട്ട് പോകുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതൊന്നും നമ്മൾ ചോദിച്ച് മേടിക്കണ്ട. നമ്മുടെ നിത്യതയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ച് മേടിക്കേണ്ടത് ദൈവത്തോട്. മരണം വരെ എൻ്റെ നിത്യജീവനിലേക്ക്, ആ നിത്യജീവൻ്റെ കവാടം തുറക്കപ്പെടുന്ന ആ നിമിഷം വരെ ആ നിത്യജീവനിലേക്ക് എനിക്ക് പ്രവേശിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ജോബിയച്ചൻ ഇന്നത് വിശുദ്ധ കുർബാന നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ ഒരു ഓർമ്മ വരുമ്പോഴേ എനിക്ക് ഭൗതികമായ കാര്യങ്ങളില്ല എന്ന് ഓർത്തിട്ട് ഞാൻ സങ്കടപ്പെടത്തില്ല. അതങ്ങ് വിട്ടുകൊടുത്ത് കഴിയുമ്പോഴേ ദൈവം ആ മേഖലകളിലെല്ലാം അനുഗ്രഹം വർഷിക്കുകയാണ്, കൃപ വർഷിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ഉള്ളിലൊന്ന് നിറയട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ പറഞ്ഞു എന്ന് ഓർത്തേ, നമ്മളൊരു ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യരാണെന്ന് അച്ഛൻ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നമ്മളെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അതെന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അച്ഛന് ആവർത്തിച്ച് പറഞ്ഞതൊന്ന് ഓർത്തേ. ദൈവത്തിൻ്റെ ആദ്യ സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് നമ്മുടെ ആത്മീയത. ദൈവം നമ്മളോട് കാണിക്കുന്ന അനന്തമായ സ്നേഹത്തിന്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ പ്രത്യുത്തരമാണ് നമ്മുടെ ആത്മീയത. ഇപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നുള്ള നല്ല അടിയുറച്ച ബോധ്യമുള്ളവരാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള ആ സ്നേഹം, ദൈവത്തെ സ്നേഹിക്കാനുള്ള ആ ഒരു തീഷ്ണതയാണ് നമ്മളെ ഇങ്ങോട്ട് എത്തിക്കേണ്ടത്, നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവത്തെ എനിക്കും സ്നേഹിക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എനിക്ക് നിൽക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വസിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കാളും വലുതായിട്ടൊന്നുമില്ല. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹമായിട്ട് കടന്നു വരികയാണ്. ആ സ്നേഹമായ ദൈവത്തെ ഞാൻ സ്വീകരിച്ച് ഞാനും എൻ്റെ ദൈവത്തെ സ്നേഹിക്കുക. ദൈവം എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ആ കൃപ എനിക്ക് ദൈവം ഇപ്പോൾ തരാൻ പോകുവാണ്. ഹൃദയം നിറയെ സ്നേഹിക്കാനായിട്ട്, എൻ്റെ ദൈവം എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ദൈവം എനിക്ക് ആ കൃപ തരികയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലീഹായുടെ ലേഖനത്തിലും പറയുന്നുണ്ട്, 4:19 പറയുന്നുണ്ട്, ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, അതിനാൽ നാം അവിടുത്തെ സ്നേഹിക്കുന്നു. നമ്മളല്ല ദൈവത്തെ ആദ്യം സ്നേഹിച്ചത്, ദൈവമാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്.
സ്നേഹിച്ചത്. അപ്പോൾ ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചപ്പോൾ സ്നേഹിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ഛായയിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ ഛായയിൽ, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഛായയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈവത്തോളം നമ്മളെ ഉയർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മകളായി ദൈവം നമ്മളെ ഉയർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നിച്ചായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വലിയൊരു സ്നേഹ അനുഭവത്തിലേക്കാണ് ഈശോ നമ്മളെ വളർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ വലിയ സ്നേഹശൂന്യതയുണ്ട് കർത്താവേ, വലിയ സ്നേഹശൂന്യതയുണ്ട്. ദൈവം പോലും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട് കർത്താവേ. ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, നൊമ്പരങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ദൈവം പോലും ഇല്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ നെഞ്ചിലുണ്ട് തമ്പുരാനെ. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സ്നേഹത്തിന് പ്രത്യുത്തരം കൊടുക്കാനുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്ക് അങ്ങ് ഞങ്ങളെല്ലാവരെയും ഉയർത്തിയിരിക്കുന്നുവെന്ന്, വേർതിരിച്ചിരിക്കുന്നുവെന്ന്, ആ ആത്മീയ ജീവിതത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന് കർത്താവേ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞങ്ങൾ അതിന് നന്ദി പറയുന്നു കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പാടാവോ? ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ നിന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഉറക്കെ പാടിക്കേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ നിന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. കർമ്മീശുകൊണ്ട് റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ 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 എന്നിൽ നിറയണമേ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ. ആഗ്രഹിച്ചേ, റൂഹായേ റൂഹായേ ദാഹിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. റൂഹായേ 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 എന്നിൽ നിറയണമേ. എന്നോട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റുഹ നിറയുന്ന നിമിഷമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നടക്കുന്ന നിമിഷമാണിത്. റുഹായെ ആഗ്രഹിക്കുന്നവര്, റുഹ വന്ന് നിറയണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഹൃദയം തുറന്ന് വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റൂഹായേ റൂഹായേ ശക്തിയേക്കണമേ, റൂഹായേ റൂഹായേ ശക്തിയേക്കണമേ, റൂഹായേ 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 ശക്തിയേക്കണമേ. ശാന്തമായിട്ടിരുന്നേ. ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ടായിരിക്കട്ടെ, അധരത്തിൽ വലിയ സ്തുതിപ്പുയരട്ടെ. പൗലോസ്ലീഹ നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഇപ്രകാരമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിലൂടെ പൗലോസ്ലീഹ പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അതൊരു ചെറിയ വാക്കാണ്, ചെറിയൊരു വചനമാണ്, പക്ഷേ അതൊരു വലിയ സന്ദേശമാണ്. നമ്മൾ ഒത്തിരി കേട്ടുള്ള ഒരു സന്ദേശമാണത്. എന്താണത്? നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. പറയാവോ? നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അതൊരു മുന്നറിയിപ്പാ അല്ലേ? ആണോ? അതെ. അപ്പം നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക?
ഇരിക്കുവാണെങ്കിൽ വീഴാൻ വലിയ സാധ്യതയൊന്നുമില്ല, പക്ഷേ നിൽക്കുവാണെങ്കിൽ വീഴാനുള്ള സാധ്യത ഉണ്ട്. അതെന്താ, അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ എന്താ അതിനൊന്ന് ഓർക്കേണ്ടത്? നിങ്ങൾ ബസ്സിൽ കയറി നിന്നിട്ടുണ്ടോ? ബസ്സിൽ കയറുമ്പോഴും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ സീറ്റ് ആരെങ്കിലും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം. നിൽക്കുമ്പോൾ വീഴാതിരിക്കാൻ നമ്മളൊരു കാര്യം ചെയ്യാറുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കുമ്പം കമന്നടിച്ച് മുഖം തല്ലി താഴെ കിടക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കയറുമ്പോൾ തന്നെ നോക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ്? എവിടെയാ പിടിക്കേണ്ടത്? പിടിക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇനി കണ്ണടച്ചേ. എവിടെയെങ്കിലും പിടിക്കാത്തവർ ഉറപ്പാണ് എന്ത് ചെയ്യും? വീഴും. അത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ പിടിക്കും, എവിടെയെങ്കിലും പിടിക്കും. അപ്പം ഈ പിടുത്തം വിടുമ്പോഴെല്ലാം നമ്മൾ വീഴും. അങ്ങനെ പിടുത്തം വിട്ട് വീണു പോയ ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. 1 സാമുവേൽ 9:2 പറയുകയാണ്. അതാരാണത്? സാവൂൾ എന്ന മനുഷ്യനാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അച്ഛനത് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അപ്പം നമ്മളത് മറന്നു പോകാൻ പറ്റത്തില്ല. നമ്മളത് ഓർത്തിരിക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ ഇന്നത് നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാവൂൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ദൈവത്തിൻ്റെ കൃപയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ പിടുത്തം വിട്ടുപോയ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. പിടിക്കേണ്ടിടത്തുനിന്ന് പിടിവിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് എന്ത് നഷ്ടപ്പെട്ടു? നമ്മൾ മനസ്സിലോർക്കുക. ദൈവത്തിൻ്റെ കൃപ മുഴുവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹം നിലത്തടിച്ച് വീണു, തകർന്ന് തരിപ്പണമായി. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളും ഈ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഞാനും ഇവിടെ ഉള്ളത്, നിങ്ങളും ഇവിടെ ഉള്ളത്. അതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. കൃപയുള്ള നിമിഷത്തിലാണ് നമ്മൾ. ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: എപ്പോൾ ഞാൻ പിടിക്കേണ്ടവനെ പിടിക്കാതെ പിടുത്തം വിട്ട് സ്വയം നടക്കാൻ തുടങ്ങുന്ന ആ നിമിഷം എനിക്ക് സകല കൃപയും നഷ്ടപ്പെട്ടവനാണ്. ദൈവത്തിലുള്ള എൻ്റെ പിടുത്തം വിട്ടുപോയോ എന്ന് ചില ലക്ഷണങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ലക്ഷണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. കുടുംബത്തിലെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങുമ്പോഴും അതിനെക്കുറിച്ച് വിഷമമില്ല. വിശുദ്ധ കുർബാന അർപ്പിക്കാതെ മുന്നോട്ട് പോകുമ്പോഴും വിഷമമില്ല. കുമ്പസാരം എത്ര നാൾ നീണ്ടുപോയാലും ഒരു സങ്കടവുമില്ല. ആരെങ്കിലുമൊക്കെയായിട്ട് പിണങ്ങിക്കഴിയുമ്പോഴും രമ്യതപ്പെടാൻ ഒരു ആഗ്രഹമില്ല. രമ്യതപ്പെടാൻ വേണ്ടി ഒരു മുൻകൈ എടുക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ, എനിക്ക് കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാവുന്ന, പിടുത്തം വിട്ടുപോയോ എന്ന്, പിടിക്കേണ്ടിടത്ത് ഞാൻ പിടിച്ചിട്ടില്ലയോ എന്ന് എന്നെ തന്നെ ഒന്ന് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളാണിത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളെ ഓർക്കുന്ന, മക്കളെ, നിൽക്കുന്നുവെന്ന് നീ വിചാരിക്കുന്നുണ്ടാകും, പക്ഷെ എപ്പോൾ വേണമെങ്കിലും നിൻ്റെ ഈ നിൽപ്പ് പിടിക്കേണ്ടിടത്ത് പിടിച്ച് നീ നിൽക്കാത്തത് കൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നീ മുഞ്ഞുകുത്തി വീഴും, നീ തകർന്ന് തരിപ്പണമാകും.
നിന്റെ കൃപ മുഴുവൻ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുറുക്കെ പിടിച്ച് എൻ്റെ തമ്പുരാൻ്റെ കരങ്ങളിലൊന്ന് മുറുക്കെ പിടിച്ച് ഈ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരടയാളമാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, പിടുത്തം വിട്ടുപോയി നിൽക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ അടയാളമാണ് ദൈവത്തിൻ്റെ സ്നേഹവും നന്മയും ഞാൻ മറന്നു പോയിരിക്കുന്നു. ദൈവം ഇന്നോളം എന്നോട് കാണിച്ച, ദൈവം എന്നിലേക്ക് ഒഴുക്കിയ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചുമുള്ള ആ ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന്, ആ ഓർമ്മയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. ദൈവം എവിടെ മുതലാണ് എന്നെ സ്നേഹിച്ചത്? ഈ സാവൂളിൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്. സാവൂള് അവനേക്കാൾ കോമളനായി ഇസ്രായേൽ മറ്റാരുമില്ലായിരുന്നു എന്നാണ് വചനം പറയുന്നത്. അവൻ്റെ തോളപ്പം ഉയരമുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ, അവനെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ സ്നേഹം കൊണ്ട് അവനെ ദൈവം അഭിഷേകം ചെയ്തു. കാരണം ദൈവത്തിന് അവനെ വേണം. അവനിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുതുവായപ്പോഴേ ദൈവം ക്രമപ്പെടുത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും നമ്മളിലേക്ക് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും അങ്ങോട്ട് മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇസ്രായേലിനും അതാണ് പറ്റിയത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ അത്ഭുതകരമായ രീതിയിൽ ചെങ്കടലൊക്കെ കടത്തി കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയതൊക്കെ അവരങ്ങ് മറന്നു പോകുകയാണ്. ദൈവത്തെ പിടിവിട്ടിട്ട് വേറെ പല രാജാക്കന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടി, രാജാക്കന്മാർക്കൊക്കെ വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ജനത്തെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിടിക്കേണ്ടയിടത്ത് പിടിച്ചില്ലെങ്കിൽ, പിടിക്കേണ്ടയിടത്ത് പിടുത്തം മുറുക്കിയില്ലെങ്കിൽ വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാനാവില്ല. അത് നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ നന്മയെ ഓർത്തേ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തേ. അമ്മയുടെ ഉദരം മുതൽ ദൈവം എങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ച്, എന്നെ മെനഞ്ഞ്, എന്നെ ഒരു സുന്ദരനാക്കി, എന്നെ ഒരു സുന്ദരിയാക്കി, എല്ലാ കഴിവുകളും തന്ന്, കണ്ണിന് കാഴ്ച തന്ന്, ചെവിക്ക് കേൾവി തന്ന്, ഹൃദയത്തിന് സ്പന്ദനം നൽകി, കൈകാലുകൾക്ക് ചലനശേഷി നൽകി, എന്നെ എത്രയോ മനോഹരമായിട്ട് ആരോഗ്യമുള്ള, കഴിവുള്ള, സാധ്യതകളുള്ള ഒരു വ്യക്തിയായിട്ട്, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ സുന്ദരനായിട്ട്, സുന്ദരിയായിട്ട് എന്നെ എൻ്റെ ദൈവം സൃഷ്ടിച്ചു. അത് തന്നെ ഓർക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെ നന്ദി പറയാൻ പറ്റും? എങ്ങനെ നന്ദി പറയാൻ പറ്റും? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഹൃദയം നിറയെ കൃതജ്ഞത. അതാണ് ദൈവത്തിൽ പിടുത്തം വെച്ചിരിക്കുന്ന ഒരു വ്യക്തി, കൃപയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മറ്റൊരു അടയാളമാണ് ഹൃദയം നിറയെ കൃതജ്ഞത, ഹൃദയം നിറയെ സ്നേഹം. കാരണം ഒന്നും എൻ്റേതല്ല, എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കൃതജ്ഞത, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞ സ്നേഹം എൻ്റെ ദൈവത്തോട്, എൻ്റെ ദൈവത്തിലേക്ക്. ഒരനുഭവത്തിലൂടെ ഒന്ന് കടന്നു പോകാം. നിൽക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ നിൽക്കുകയാണ്. പക്ഷേ നിൽക്കുമ്പോഴും പിടുത്തം എൻ്റെ ദൈവത്തിൽ തന്നെ ആകണം. എൻ്റെ നോട്ടം അത് ദൈവത്തിലേക്ക് തന്നെ ആകണം. എൻ്റെ ഹൃദയം അത് ദൈവത്തിന് വേണ്ടി മാത്രമാകണം. നമ്മളിൽ ആരിലെങ്കിലും നിൽക്കുന്നുവെന്ന് കരുതുന്ന നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയും കരുതലും നമ്മൾ മറന്നേ പോകും. എന്നിട്ട് നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പരാതിയും ആകുലതകളും അസ്വസ്ഥതകളുമായിട്ട് നടക്കുന്ന നമ്മൾ പിടിവിട്ട് നടക്കുന്നവരാണ് കേട്ടോ. പിടിക്കേണ്ടവരെടുത്ത് പിടിക്കാതെ നടക്കുന്നവരുടെ ഉള്ളിലാണ് ഒരുപാട് ആദിയും വേദനയും ആകുലതകളും. അവരൊരു സത്യം മറന്നുപോയി. എന്താണ് ആ സത്യം? അവിടുത്തെ കരുണയും കരുതലും. ഇസ്രായേലിനെ എന്തുമാത്രം വലിയ കരുതലോടെയാണ്, കരുണയോടെയാണ് ദൈവം വഴി നടത്തിയത്. ഈ സാവൂൾ എന്ന മനുഷ്യനെ ദൈവം എങ്ങനെയാ ദൈവത്തിൻ്റെ കരുണ
അങ്ങ് ദൈവം ആ മകനിലേക്ക് വർഷിച്ചത്. അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 3 അനുഗ്രഹങ്ങൾ വളരെ പ്രത്യേകമാവിധം ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന്, കരുതലിൽ നിന്ന് സാവൂൾ സ്വീകരിച്ചു. സാവൂൾ ഒരിക്കലും അർഹിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ വലിയൊരു പദവി, രാജാവായി തീരാനുള്ള, ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ, രാജ്യത്വത്തിൻ്റെ അധികാരം, രാജാവായിരിക്കാനുള്ള, ഇസ്രായേലിനെ നയിക്കാനുള്ള, ഇസ്രായേലിനെ ഭരിക്കാനുള്ള ആ അധികാരം ദൈവം കൊടുത്തു. അത് ദൈവത്തിൻ്റെ കരുണയാണ്. ആ സൗൾ എന്ന മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തതും ദൈവത്തിൻ്റെ ആ വലിയ കൃപ വർഷിച്ചതുമൊക്കെ മറന്നു പോകുവാണ്. കരുണയും കരുതലും ദൈവം എന്തുമാത്രം കരുതി, ദൈവം എന്തുമാത്രം കരുണ കാണിച്ചു. ഇത് മറന്നിട്ട് നിൽക്കുന്നവൻ വീഴും. ഇത് മറന്നിട്ട് നിൽക്കുന്നവൻ, കൈവിട്ട് നിൽക്കുന്നവനാ വീഴും. 2 കരങ്ങൾ ഉയർത്തി ഈശോയോട് പറഞ്ഞ, ഈശോയെ ഞാൻ മറന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. സാവൂളിൻ്റെ ജീവിതത്തിൽ എന്നതുപോലെ എൻ്റെ ജീവിതത്തിലും ഞാനിപ്പം നിൽക്കുക, പക്ഷെ പിടിച്ചിട്ടില്ല, പിടുത്തം വിട്ടുപോകുന്നുണ്ട്. എൻ്റെ ദൈവം എന്നോട് കാണിച്ച ആ കരുണയെ, ദൈവത്തിൻ്റെ കരുതലിനെ ഞാൻ മറന്നിട്ട് ഞാൻ ആവശ്യമില്ലാതെ ആകുലപ്പെടുന്നു, അസ്വസ്ഥപ്പെടുന്നു. ദൈവമേ കരുണ തോന്നണമേ, ദൈവമേ കരുണ തോന്നണമേ. അങ്ങനെ ഹൃദയം ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചു, പിടുത്തം വിട്ടുപോയി. അപ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. തിരുവചനത്തിൽ വളരെ ഇതാ, ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും, അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ്. സാവൂൾ അഭിഷിക്തനാകുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത സാവൂള് തൻ്റെ ജനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി അഭിഷിക്തനാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിൻ്റെ നാഥന്മാര്, വലിയ ഉത്തരവാദിത്തങ്ങളുള്ളവർ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുവാണ്. മക്കള് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, ജീവിത പങ്കാളി ദൈവത്തിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ തോളിരുമി എപ്പോഴും നടക്കുന്ന അവരെയെല്ലാം ദൈവത്തിൻ്റെതാണ്. അവരെയെല്ലാം ദൈവം എനിക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. അവരെ നയിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരിലേക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ, അവരെ ദൈവത്തിലേക്ക് നയിക്കാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അഭിഷേകം നൽകിയിരിക്കുകയാണ്. പരാജയപ്പെട്ടു പോകുന്നുണ്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ മുൻപിൽ, എൻ്റെ മക്കളുടെ മുൻപിൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മുൻപിൽ, എൻ്റെ മക്കളുടെ മുൻപിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മുൻപിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തോട് കൃപയ്ക്ക് വേണ്ടി യാചിച്ച്, ദൈവമേ കൃപ തരണമേ, എന്നെ എൻ്റെ കുടുംബത്തിൻ്റെ നാഥനായി അങ്ങ് നിയോഗിച്ചപ്പോൾ, എന്നെ എൻ്റെ കുടുംബത്തിൻ്റെ നാഥയായി അങ്ങ് നിയോഗിച്ചപ്പോൾ, എന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ, കർത്താവേ നീ എനിക്കൊരു അഭിഷേകം തന്നു. കർത്താവേ ഒരു അഭിഷേകം തന്നു. ഒരു ദേവാലയത്തിലെ ബലിപീഠത്തിന് അരികിൽ വെച്ച് വിവാഹം എന്ന കുദാശ സ്വീകരിച്ചപ്പോൾ ആ കുദാശയിലൂടെ വലിയൊരു അഭിഷേകം തന്നെ എന്നെ അഭിഷിക്തനാക്കി അഭിഷേകം ചെയ്തു. കർത്താവേ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് അഭിഷേകം ചെയ്ത് എന്നെ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. ആ കരുതല്, ഞാൻ യോഗ്യനല്ലാതിരുന്നിട്ടും എൻ്റെ അയോഗ്യതയൊന്നും കണക്കിലെടുക്കാതെ എന്നെ കുദാശകളിലൂടെ ഓരോ ദിവസവും ഞാൻ സ്വീകരിക്കുന്ന കുദാശകളുടെ വരപ്രസാദത്താൽ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണ നമുക്കൊന്ന് ഓർക്കാം പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഓർക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് അഭിഷേകവും കൃപയും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. 1 സാമുവേൽ 13-ാം അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സൗൾ പറഞ്ഞു, ജനങ്ങൾ സാവൂൾ തിരസ്കൃതനാകുന്നു, നീ എന്താണ് ചെയ്തത്? സാമുവേൽ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നത് നിശ്ചിത ദിവസം പോകുന്നത് കൊണ്ട്, നിശ്ചിത സമയമായിട്ടും അങ്ങ് വരാതിരുന്നത് കൊണ്ടും
ഫിലിസ്ത്യർ ഒരുമിച്ച് കൂടുന്നത് ഞാൻ കണ്ടതുകൊണ്ടും ഇതാ കർത്താവിൻ്റെ ആ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നതുകൊണ്ടും ഞാൻ ദഹനബലി അർപ്പിക്കാൻ നിർബന്ധിതനായി. സാമുവേൽ പറയുകയാണ്, നീ വിഡ്ഢിത്തരമാണ് കാണിച്ചത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല. നിന്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. അതായത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം വിവേചിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ അനുസരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദൈവകൃപയിൽ നിലനിൽക്കാൻ പറ്റാതെ വരുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തെ പോലും അനുസരിക്കാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ ഹിതം വിവേചിക്കാൻ പറ്റത്തില്ല. ചുടുമാപ്പ് ചോദിച്ചേ ഉണ്ടാവണം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരണം. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന്, അത് പ്രാവർത്തികമാക്കി ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിന് ഉത്തരവാദിത്തം കൊടുക്കേണ്ട, നേതൃത്വം കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അത് ഞാൻ മറന്നുപോയാൽ എനിക്കൊരിക്കലും നിലനിൽപ്പില്ല. അതുകൊണ്ട് പൗലോസ്ലീഹയുടെ വാക്കുകൾ, നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുസരിക്കാതിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ തുടരാൻ പറ്റത്തില്ല. വചനമാണ് അനുസരിക്കേണ്ടത്, ദൈവത്തിൻ്റെ കൽപ്പനയാണ് അനുസരിക്കേണ്ടത്. അവസരോചിതമായിട്ട് ദൈവകൽപ്പനകൾ നമ്മൾ ലംഘിക്കുക. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്നില്ല, അതിന് നമുക്ക് പല ന്യായീകരണങ്ങൾ പറയാനുണ്ട്. സന്ധ്യയാകുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു, അതിനും പല ന്യായീകരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കാനും രമ്യതപ്പെടാനും തയ്യാറാകുന്നില്ല, അതിനും നമുക്ക് പല കാരണങ്ങളും പറയാനുണ്ട്. നമുക്ക് കുറേ സമയം തമ്പുരാൻ്റെ മുൻപിൽ ഇങ്ങനെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതിനും നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിന്, ഇപ്പോൾ സാവൂൾ പറഞ്ഞതുപോലെ, ഞാൻ ചെയ്യരുതാത്തത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് സാമുവേലിൻ്റെ മുമ്പിൽ സാവൂൾ പറയുക. ഇതുപോലെ നമുക്കും എപ്പോഴും ദൈവകൽപ്പനകൾ ലംഘിച്ച് ദൈവത്തിന് അകന്ന് ജീവിച്ചിട്ട് കൃപകളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളെ തന്നെ ന്യായീകരിച്ച് കാണുകയാണ്, നമ്മളെ തന്നെ നീതീകരിച്ച് കാണുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അപകടം അതാണ്. അതുകൊണ്ട് ദൈവം കൊടുത്ത ആ സ്പെഷ്യൽ, ആർക്കും കൊടുക്കാത്ത ഒരു കൃപയാണ് ദൈവം കൊടുക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായിട്ട് ഉയർത്തപ്പെട്ട സൗളിന് ദൈവം കൊടുക്കുന്ന കൃപകളൊക്കെ അതോടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് സൗളിനെ വിട്ടുപോവുകയാണ്. എന്നാൽ അഭിഷേകത്തിലൂടെ വലിയ അഭിഷേകം പ്രാപിച്ച മനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുകയാണ്. ഇതൊക്കെ ഓർത്ത് നോക്കിയേ, ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും അധികം നാളൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, വീഴും. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ദൈവകൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വട്ടപൂജ്യമായി, പരാജയമായി മാറും. പരാജയം, എല്ലാ മേഖലകളിലും പരാജയം. ബിസിനസ് നടത്തി പരാജയം, ഏത് തൊഴിലിലേക്ക് ഇറങ്ങിയാലും പരാജയം, ഏത് മേഖലകളിലേക്ക് കടന്നാലും പരാജയം. കൃഷി പരാജയപ്പെടുന്നു, ബിസിനസ് പരാജയപ്പെടുന്നു, വിദ്യാഭ്യാസം പരാജയപ്പെടുന്നു, ജോലിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എവിടെയും ഒരു പരാജയം. എന്താ കാരണം? നീ നിൻ്റെ ദൈവത്തെ പിടിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ കൃപയിലല്ല. ദൈവം തരുന്ന അഭിഷേകം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട് ഓടുന്നത്. അതൊക്കെ നേടിയെടുക്കാൻ പറ്റാത്തപ്പോൾ ആകുലപ്പെടുന്നു, അസ്വസ്ഥപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആ കൽപ്പന, നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും
നിങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ഒക്കെ ചെയ്താൽ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ കർത്താവ് ഒരു വലിയ വാഗ്ദാനം നമുക്ക് തരിക. ശുഭമായിരിക്കും, ശുഭമായിരിക്കും. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ്, കർത്താവെ തെറ്റിപ്പോയി, 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 കൃപ പോയി, അഭിഷേകം പോയി. നിൽക്കുന്നുവെന്ന് കരുതുന്നു, പക്ഷെ നിൽക്കുന്നില്ല, പിടിച്ചിട്ടില്ല, വീഴും, ഉറപ്പാണ് വീഴും. നിന്റെ ഭൗതിക വ്യഗ്രത, നിന്റെ ലോകമോഹങ്ങള് നിന്നെ കീഴടക്കി കഴിഞ്ഞു, കീഴടക്കി കഴിഞ്ഞു. നീ പ്രാധാന്യം കൊടുക്കുന്നത്, നീ വില കൽപ്പിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനല്ല, ദൈവത്തിനല്ല നിന്റെ ജീവിതത്തിൽ നീ വില കൽപ്പിക്കുന്നത്. നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി അങ്ങോട്ടോടുന്നു, ഇങ്ങോട്ടോടുന്നു. അത്രയേ ഉള്ളൂ നിന്നിലെ ദൈവസ്നേഹം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിൽ അനുതപിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കാത്തതിനാൽ, ദൈവത്തിൻ്റെ ഹിതം നീ അനുവർത്തിക്കാത്തതിനാൽ നീ തിരസ്കരിക്കപ്പെടും, നീ പരാജയപ്പെടും, നീ വെറും വട്ടപൂജ്യമായി മാറും. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, നിനക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല, നീ അപമാനിതനായി മാറും. വചനം കേട്ടിട്ടും ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് ദാഹിക്കുന്നില്ല, ദൈവത്തിൽ ഒന്ന് പിടുത്തം വെക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ല. ഈശോയെ, വലിയൊരു അഭിഷേകം. സാവൂളിനെ തിരഞ്ഞെടുത്ത ദൈവം പോലെ അഭിഷേകം തരുന്ന ദൈവം, ദൈവം ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നത്, അഭിഷേകം തരുന്നത്, ചുമതലകൾ ഏൽപ്പിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത് എല്ലാം നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ്. എന്നാൽ അവിശ്വസ്തത കാണിക്കുമ്പോഴും ദൈവം നമുക്ക് വേണ്ടി കരുണയോടെ കാത്തിരിക്കുകയാണ്, കരുണയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് തമ്പുരാൻ വേദനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സാമുവേലിൻ്റെ പുസ്തകം 1 സാമുവേൽ 15-ാം അധ്യായം 10-11 കർത്താവ് സാമുവേലിനോട് അരുൾ ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്നു. അകന്നുപോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമ്മളെ ഓർത്ത് ദൈവം വേദനിക്കുന്നുണ്ടോ? സാവൂളിനെ ഒരുപാട് സ്നേഹിച്ച് അഭിഷേകം കൊടുത്ത് ഇസ്രായേലിൻ്റെ രാജാവാക്കിയിട്ട് ഒരു പുതിയ ഹൃദയം കൊടുത്ത് പരിശുദ്ധാത്മാവിന് മുഴുവൻ അഭിഷേകം കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് ആ മകനെ ഓർത്ത് ദൈവം വേദനിക്കുന്നത് പോലെ ഒരുപാട് അനുഗ്രഹിച്ചിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചുയർത്തി. ഒരു വ്യക്തി ഉയരുന്നത് ദൈവം ഉയർത്തുമ്പോഴാണ്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ വടക്കു നിന്നോ തെക്ക് നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ താഴ്ത്തുന്നതും അവരെ ഉയർത്തുന്നതും ദൈവമാണ്. ഇത് തിരുവചനമാണ് പ്രിയപ്പെട്ടവരെ, ദൈവമാണ്. ഒന്ന് കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച്, നമുക്ക് സ്വയം ഉയരാൻ പറ്റത്തില്ല. ഒരുവനെ താഴ്ത്തുന്നതും ഒരുവനെ ഉയർത്തുന്നതും കണ്ടോ. സാവൂളിനെ മാറ്റി നിർത്തുമ്പോഴും വേറൊരു വ്യക്തിയെ, അതിനുശേഷം വരുന്ന ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോഴും ഈ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ഇങ്ങനെ ദൈവം ക്രമമായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. പക്ഷെ നീ സഹകരിച്ചാൽ നിന്നെയും ദൈവം ഉയർത്തും. നീ നിന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം നിന്നെ ഉയർത്തും. അതിന് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയില്ലേ? ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ടല്ലേ? സ്വന്തം താല്പര്യങ്ങൾക്കും തോന്നലുകൾക്കുമൊക്കെ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ തോന്നലുകളെ ദൈവത്തിൻ്റെ ഹിതമായിട്ട് ചിത്രീകരിക്കരുത്, ദൈവത്തിൻ്റെ ഹിതമായിട്ട് കാണരുത്. ദൈവത്തിൻ്റെ ഹിതം വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നു, വചനം വെളിപ്പെടുത്തുന്നു, സഭയുടെ പഠനങ്ങളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശക്തി, ഒരു അഭിഷേകം, ഒരു കൃപ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് കർത്താവെ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാനയിലൂടെ, വിശുദ്ധ കുദാശകളിലൂടെ ഞാൻ സ്വീകരിച്ചത്, ദൈവം എനിക്ക് ദാനമായിട്ട് തന്ന ആ കൃപയുടെ അഭിഷേകം ഈശോയെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്താൽ ഉയർത്തപ്പെട്ട് ഞാൻ ഏതെങ്കിലും കാരണങ്ങളാൽ താഴ്ത്തപ്പെട്ടു പോയി
പോയിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിലം പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വീണ് പോയിട്ടുണ്ടെങ്കിൽ, എന്നിൽ അഭിഷേകം വർദ്ധിക്കുന്നില്ലെങ്കിൽ, എന്നിൽ കൃപ വർദ്ധിക്കുന്നില്ലെങ്കിൽ, എന്നിലൂടെ ഒരുപാട് ആത്മാക്കളുടെ രക്ഷ സാധ്യമാകുന്നില്ലെങ്കിൽ, എന്നിലൂടെ ദൈവരാജ്യം പടുത്തുയർത്തപ്പെടുന്നില്ലെങ്കിൽ, എൻ്റെ കുടുംബം പടുത്തുയർത്തപ്പെടുന്നില്ലെങ്കിൽ, എന്നിലൂടെ അനേകര് ദൈവത്തെ കാണുന്നില്ലെങ്കിൽ, കേൾക്കുന്നില്ലെങ്കിൽ, അനുഭവിക്കുന്നില്ലെങ്കിൽ, എനിക്ക് അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ, കൃപ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, അഭിഷേകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വട്ടപൂജ്യം പോലെ ആകുന്നുണ്ടെങ്കിൽ, ഞാൻ പരാജയപ്പെട്ടതിൻ്റെ ഒരു കഥയാണ് എൻ്റെ ജീവിതമെങ്കിൽ, ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുണ വീണ്ടും എന്നെ ഉയർത്താൻ പോകുന്നത്. ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുണ എന്നെ ചേർത്ത് പിടിക്കുന്നത്. ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുണ എന്നെ വീണ്ടും 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 കൈ തന്നെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. ക്ഷമിക്കാനുള്ള കൃപ കർത്താവേ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. സഹിക്കാനുള്ള കൃപ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. വചനം അനുസരിക്കാനുള്ള കൃപ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, കടന്നു വരണമേ. വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രത്യാശിക്കാനുള്ള കൃപ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ നിരാശപ്പെടുന്നു, ഞാൻ ആകുലപ്പെടുന്നു, ഞാൻ അസ്വസ്ഥനാണ്, ഞാൻ ആത്മഹത്യയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. പിടിവിട്ട് നിൽക്കുകയാണ്, പിടിവിട്ട് നിൽക്കുകയാണ്. എല്ലാം തകർന്ന പോലെ തോന്നുന്നു, ഒരു വഴിയുമില്ലെന്ന് തോന്നുന്നു. കർത്താവേ, അങ്ങയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, അങ്ങയെ മുറുകെ പിടിക്കാൻ പറ്റുന്നില്ല, വിട്ടുതരാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രത്യാശിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, കടന്നു വരണമേ. ദൈവത്തെ കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു, ദൈവം പോലും എനിക്കില്ലെന്ന് തോന്നുന്നു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നു. ദൈവത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഉത്തരം തരുന്നില്ല എന്ന് ചിന്തിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപ നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരുപാട് അടയാളങ്ങൾ കർത്താവേ എന്നിൽ തന്നെ ഞാൻ കാണുകയാണ്. രോഗത്തിന്റെ ലക്ഷണങ്ങള് ഈശോയെ എന്നിൽ കാണുകയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണങ്ങള് ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. സിസ്റ്റർ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട കൃപകൾക്ക് വേണ്ടിയിട്ടാണ് സിസ്റ്റർ പറയുന്നതെന്ന് തോന്നുന്നവർ കൈപൊക്കണേ. കുറച്ചും കൂടെ എനിക്ക് ക്ഷമിക്കാനുണ്ട്, അതിനുള്ള കൃപ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈപൊക്കുക. കുറച്ചുകൂടെ എൻ്റെ ജീവിത പങ്കാളിയും മക്കളെയും ഞാൻ സ്നേഹിക്കാനുണ്ട്, അതിനുള്ള കൃപ കിട്ടണമെന്ന് തോന്നുന്നവർ കൈപൊക്കുക. കുറച്ചും കൂടെ സഹിച്ചു നിൽക്കാനുണ്ട് എന്ന് തോന്നുന്നവർ കൈപൊക്കുക. കുറച്ചും കൂടെ ആഴത്തിൽ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാനുണ്ട് എന്ന്, അവിടെ ഒരു കുറവുണ്ട് എന്ന് തോന്നുന്നവർ വലത്തുകരം ഉയർത്തിപ്പിടിക്കുക. കുറച്ചും കൂടെ ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നവർ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുക. കുറച്ചും കൂടെ ഞാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നവര് ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എന്താണോ എവിടെയാണോ എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയത്, എനിക്ക് കുറച്ചും കൂടെ ആഴമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നവര് ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കരങ്ങൾ ഉയർത്തുക. ഞാൻ കുറച്ചും കൂടെ ഞാൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാനുണ്ടെന്ന് തോന്നുന്നവർ ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് കരങ്ങളൊന്ന് ഉയർത്തുക. എനിക്ക് വിശ്വാസം പോരാ, ഞാൻ ഇനിയും വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നവര് ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തുക, കരങ്ങൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, ചോദിച്ച് കർത്താവേ എൻ്റെ വിശ്വാസം, ആ കൃപയുടെ ആ അഭിഷേകം ഒന്ന് തരണമേ. കർത്താവേ, എനിക്ക് കുറച്ചും കൂടെ ക്ഷമിക്കാനുണ്ട്, അതിനുള്ള ഒരു അഭിഷേകം തരണമേ. കർത്താവേ, ഞാൻ കുറച്ചും കൂടെ സഹിക്കേണ്ടതായിട്ടുണ്ട്, അതിനുള്ള അഭിഷേകം എനിക്ക് തരണമേ. കർത്താവേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നേ ഇല്ല, ഞാൻ കുറച്ചും കൂടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, എനിക്ക് അതിനുള്ള അഭിഷേകം തരണമേ. കർത്താവേ, ഞാൻ കുറച്ചും കൂടെ എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്, അതിനുള്ള അഭിഷേകം എനിക്ക് തരണമേ. ഈശോയെ, എന്നെ ദ്രോഹിച്ചതൊക്കെ ഞാൻ കുറച്ചും കൂടെ മറന്നു കളയേണ്ടതായിട്ടുണ്ട്, അതിനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണമേ. എൻ്റെ ജീവിതത്തിലെ നൊമ്പരപ്പെടുത്തിയ സംഭവങ്ങളെല്ലാം ഞാൻ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്, അതിനുള്ള അഭിഷേകം എനിക്ക് തരണമേ. ഈശോയെ, ഈശോയെ, ഈശോയെ എന്നൊന്ന് വിളിച്ചുകൊണ്ട് ഓരോ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വലിയ അഭിഷേകം നടക്കാൻ പോകുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ അഭിഷേകം ഒഴുകി വരും. ക്ഷമിക്കാനുള്ള അഭിഷേകം, മറക്കാനുള്ള അഭിഷേകം, സഹിക്കാനുള്ള അഭിഷേകം, പ്രത്യാശ അർപ്പിക്കാനുള്ള അഭിഷേകം, വിശ്വസിക്കാനുള്ള അഭിഷേകം ഈശോ ഇതാ ഇപ്പോൾ നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന കർത്താവെ, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയെ അഭിഷേകം തരണേ. ഈ ആരാധനാ സമൂഹം മുഴുവനെയും സ്വർഗത്തിന്റെ വലിയ അഭിഷേകം കൊണ്ട്, മഹത്വത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഈ ജനത്തെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. സ്വർഗത്തിന്റെ മഹത്വം നിറഞ്ഞു വരട്ടെ, സ്വർഗത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. അഭിഷേകത്തോടെ എഴുന്നേൽക്കാം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ദേശങ്ങൾ പിടിച്ചെടുക്കുന്നത്, രാജ്യങ്ങൾ പിടിച്ചെടുക്കപ്പെടട്ടെ. അഭിഷേകമുള്ള മക്കളാൽ